ഞാനിന്ന് പുറത്ത് പോയപ്പോൾ കുറച്ച് സമ്മർ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഇവിടെ ഇപ്പം നെക്ട്രൈൻ, പീച്ച് അങ്ങനെയുള്ള സ്റ്റോൺ ഫ്രൂട്ട്സിൻ്റെ ഒരു സീസണാണ് ഇപ്പോൾ. സമ്മറിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണതാണ്. അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ചും നെക്ട്രൈനുമാണ്. ഞാൻ പലതരത്തിലുള്ള പീച്ചും നെക്ട്രൈനും ഉണ്ട്. ഇതിനെ സ്റ്റോൺ ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം ഇതിന് ഒറ്റ കുരു മാത്രമേ ഉള്ളൂ. ഇതിനെ പിറ്റഡ് ഫ്രൂട്ട്സ് എന്നും പറയൂ ഇതിന്. അപ്പോൾ ഈ സമ്മർ സമയമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ, ഈ സമയത്താണ് ഇത് ഉണ്ടാവണത്. പലതരത്തിലുള്ള നെക്ട്രൈനും പീച്ചും ഉണ്ട്. ഇത് കണ്ടോ, ഇത് പീച്ചാണ്. ഇതിനെ പറയണത് യെല്ലോ പീച്ച് എന്നാണ് പറയണത്. അതങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ തൊലിയുടെ കളറ് കണ്ടോ, യെല്ലോ കളറാണ്. അതുകൊണ്ടാണ് ഇതിനെ യെല്ലോ പീച്ച് എന്ന് പറയണത്. അതുപോലെ തന്നെ വേറെ ഉള്ള വെറൈറ്റിയാണ് വൈറ്റ് പീച്ച്. കണ്ടോ, ഇതിൻ്റെ സ്കിൻ കണ്ടോ, വൈറ്റ് കളറാണ്. ഒരു ക്രീമി കളറായിട്ടുള്ള സ്കിൻ ആയതുകൊണ്ടാണ് ഇതിനെ വൈറ്റ് പീച്ച് എന്ന് പറയണത്. അതുപോലെ തന്നെ വേറൊരു സ്റ്റോൺ ഫ്രൂട്ടാണ് നെക്ട്രൈൻ. ഇതിനകത്തുണ്ട് വൈറ്റും യെല്ലോയും നെക്ട്രൈൻസ്. അതുപോലെ തന്നെ ഈ നെക്ട്രൈനും പീച്ചും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇത് പീച്ചാണ്. ഈ പീച്ചിൻ്റെ സ്കിന്നിൽ കുഞ്ഞു കുഞ്ഞു പൂട പോലെ ഇങ്ങനെ ഉണ്ടാവും, പഞ്ഞി പോലെ ഒരു പൂട പോലെ ഉണ്ടാവും. അതാണ് പീച്ച്. ആ സമയത്ത് നെക്ട്രൈൻ നല്ല സ്മൂത്തായിരിക്കും. നെക്ട്രൈൻ്റെ സ്കിൻ നല്ല സ്മൂത്തായിരിക്കും. പിന്നെ നെക്ട്രൈൻ എപ്പോഴും കുറച്ചും കൂടി ഹാർഡാണ്. പീച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റാണ്, നല്ല ഫ്ലഷിയാണ്, കുറച്ചും കൂടി വാട്ടറിയാണ്. ഇനി ഞാനിത് നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഈ ഫ്രൂട്ട്സ് എല്ലാം മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം കാണിച്ചു തരാം കേട്ടോ. ഇത് യെല്ലോ നെക്ട്രൈനാണ്. തൊലിയുടെ കളർ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലും യെല്ലോ ഫ്ലഷാണ്. അതുപോലെ ഇത് വൈറ്റ് നെക്ട്രൈനാണ്. തൊലിയുടെ കളർ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെള്ള കളറാണ്. ഇത് പീച്ചാണ്, യെല്ലോ പീച്ച്. കണ്ടാലെല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും. ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനൊക്കെ ഒരു കുരു മാത്രമേ ഉള്ളൂ. ആ കുരു ഇരിക്കുന്നതിൻ്റെ ഭാഗം ചുറ്റും റെഡ് കളറിലായിരിക്കും. അതാണ് ഈ സ്റ്റോൺ ഫ്രൂട്ട്സിൻ്റെ ഒരു പ്രത്യേകത. ഒത്തിരി സ്റ്റോൺ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ചെറിയൊക്കെ സ്റ്റോൺ ഫ്രൂട്ട്സിൽ പെട്ടത് തന്നെയാണ്. പീച്ച് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കും കഴിക്കാൻ. നെക്ട്രൈൻ എപ്പോഴും നല്ല ഹാർഡാണ്, നല്ല ക്രഞ്ചി ആയിരിക്കും അത് കഴിക്കാൻ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യവും നമ്മുടെ ലുലുമോളിൽ പോയപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്യണം കേട്ടോ. ഒത്തിരി വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ട്രൈ ചെയ്യണേ. കല്ല് പോലെയുള്ള കുരു ഉള്ളത് കൊണ്ടാണ് ഇതിനെ സ്റ്റോൺ ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്.